അവഗണനയുടെ തുള്ളൽ. തുള്ളൽ വേദിയിൽ പറയൻ തുള്ളലും ശീതങ്കൻ തുള്ളലും അവഗണിക്കപ്പെടുന്നതായി അധ്യാപകരും കലാകാരന്മാരും. ദ്രുതതാളത്തിലുള്ളതിനാൽ സമ്മാനം കിട്ടാൻ എല്ലാവരും ഓട്ടംതുള്ളൽ മാത്രം അവതരിപ്പിക്കുകയാണ്. കലോത്സവത്തിൽ പറയനും ശീതങ്കനും പ്രത്യേക മത്സരം വേണമെന്നും ആവശ്യമുണ്ട്. എല്ലാവർക്കും വേണ്ടത് സമ്മാനം മാത്രം. അതിനായി ദ്രുതതാളം വേണം, ചടുലത വേണം, സൗന്ദര്യം വേണം. ഇവയെല്ലാമുള്ള ഓട്ടൻതുള്ളൽ മാത്രമാണ് അതുകൊണ്ട് കലോത്സവ മത്സരങ്ങളിൽ ഇടം നേടുന്നത്. പറയനും ശീതങ്കനും ആർക്കും വേണ്ടാതെ പോകുന്നു എന്നർത്ഥം. അതായത് കുഞ്ചൻനമ്പ്യാർ ആദ്യമായി ചിട്ടപ്പെടുത്തിയ തുള്ളലാണ് ശീതങ്കൻ തുള്ളൽ. പറയൻ തുള്ളൽ എന്ന് പറഞ്ഞാൽ ഭക്തിക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള തുള്ളലാണ്. ശീതങ്കനാണ് വെച്ചാൽ കുരുത്തോല കൊണ്ടുള്ള ആഭരണങ്ങളും ഒപ്പം തന്നെ അതിൻ്റെ അവതരണ രീതിയിലൊക്കെ വ്യത്യസ്തത പുലർത്തുന്ന തുള്ളലുകളാണ്. ഓട്ടൻതുള്ളലിനെ അപേക്ഷിച്ച് ദ്രുതതാളമില്ലെന്ന് കരുതി മറ്റുള്ളവ ഉപേക്ഷിക്കാൻ പാടില്ലെന്നതാണ് കലാകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. പല കലാരൂപങ്ങളുടെയും സംരക്ഷണ വേദിയാണ് കലോത്സവങ്ങൾ. അതുകൊണ്ട് തന്നെ കലോത്സവ മാനുവൽ പരിഷ്കരിക്കുമ്പോൾ ശീതങ്കനും പറയനും പ്രത്യേക മത്സരങ്ങൾ തന്നെ നടത്തണമെന്നും അധ്യാപകർ ആവശ്യപ്പെടുന്നു. കലോത്സവ വേദികൾ അധികവും കണ്ടുവരുന്നത് ഓട്ടംതുള്ളൽ മാത്രമാണ്. ഇതിന് വ്യത്യസ്ത മത്സരങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 3 തുള്ളലുകളും കൂടുതൽ അവതരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ടീം റിപ്പോർട്ടർ, കോഴിക്കോട്.